നമുക്ക് ആകപ്പാടെ കൺഫ്യൂസിങ് ആയിട്ട് തോന്നുക. ഇതെന്താ പൗലോസ് പറഞ്ഞു വരുന്നത്? മലയാളത്തിലാണെപ്പോഴും മലയാളത്തിൽ ഒറ്റ വാചകമായിട്ടല്ല, 4-5 വാചകമുണ്ട്. എന്നാൽ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ആദ്യത്തെ വായനയിൽ വലിയ ഗ്രാഹ്യമൊന്നും നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ടാണ് പൗലോസിന്റെ ലേഖനങ്ങൾ എപ്പോഴും വീണ്ടും വീണ്ടും പല ആവർത്തി വായിക്കണം. അങ്ങനെ 2-3 പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് ഏറെക്കുറെ പിടികിട്ടും. കാരണം ചില വാക്കുകൾ അവിടുന്ന് നമുക്ക് അത് വളരെ പ്രോമിനന്റ് ആയിട്ട്, വളരെ പ്രധാനമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഓർപ്പിച്ചു, ഈ 3 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ ഒരു സ്തുതിയുടെ ഭാഗമാണ്. ഡോക്സോളജി നമ്മൾ ഇംഗ്ലീഷ് പറയും. കർത്താവിനെ സ്തുതിക്കുക. അപ്പൊ ഇന്ന് പലർക്കും ഈ വർഷിപ്പിലൊക്കെ ദൈവത്തെ സ്തുതിക്കുക. അവരിങ്ങനെ സ്തുതി സ്തോത്രം സ്തുതി സ്തോത്രം സ്തുതി സ്തോത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കർത്താവ് 6-ാം അധ്യായത്തിൽ പ്രസംഗത്തിൽ പഠിപ്പിച്ച പോലെ അത് ജൽപ്പനത്തിന്റെ കൂട്ടത്തിൽ വരുന്നു. പലപ്പോഴും അർത്ഥമില്ലാത്ത വാക്കുകളാണ്. ഹല്ലേലൂയ 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 എന്ന് 10 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഹല്ലേലൂയക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത് വെറും റെപ്പിറ്റേഷൻ ആയി പോകും. എന്നാൽ പൗലോസിന്റെ പ്രാർത്ഥന അങ്ങനെയല്ല. പൗലോസിന്റെ പ്രാർത്ഥന എപ്പോഴും വളരെ സ്പെസിഫിക് ആണ്. നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ആരാധിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ തന്നെ ആരാധിക്കുന്നു. ശരി, എന്തിനാരാധിക്കുന്നു? 2 കാര്യങ്ങളാണ്. കർത്താവെ നീ ആരാകുന്നു ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. അപ്പോൾ ദൈവം ആരാകുന്നു ഓർക്കണം. 2, കർത്താവെ നീ എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാൻ പോകുന്നു എന്നോർത്ത് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഈ 2 വിധത്തിലുള്ള ആരാധനാ പ്രാർത്ഥനകളാണ് നമ്മൾ പൗലോസിന്റെ ലേഖനങ്ങൾ പലയിടവും കാണുന്നത്. അതൊരു പ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്. അത് മാത്രമല്ല, പിതാവായ ദൈവത്തിന്റെയും പുത്രനായ ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെയും നമ്മളിലുള്ള പ്രവർത്തനത്തെ ഓർത്ത് അവനെ സ്തുതിക്കുക. അവന്റെ മഹത്വത്തിന്റെ പുകഴ്ച എന്നൊരു ഫ്രേസ് നമുക്ക് 3 ഭാഗങ്ങളിലൂടെ കാണാം. 6-ാം വാക്യത്തിലുണ്ട്. നമുക്ക് സൗജന്യമായി നൽകിയതുണ്ട് കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി, തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി. 12-ാം വാക്യത്തിൽ വീണ്ടും ഉണ്ട്, ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് ആകേണ്ടത് തന്നെ. 14-ാം വാക്യത്തിൽ വീണ്ടും ഉണ്ട്, തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട്. അപ്പൊ ഇതാണ് വേർഷിപ്പിന്റെ എസൻസ്. ഇതാണ് വേർഷിപ്പിന്റെ, ആരാധനയുടെ അന്തസത്ത എന്ന് പറയുന്നത് അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയെ വർണ്ണിക്കുക. സങ്കീർത്തനങ്ങളിൽ നമുക്കറിയാം 150 സങ്കീർത്തനങ്ങളുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ് സങ്കീർത്തനങ്ങളെ വിളിക്കുന്നത് ഹല്ലേൽ സാംസ് എന്നാണ്. HALLEL. ഹല്ലേൽ എന്നുള്ള ഹല്ലേലൂയ എന്ന് പറയുന്ന വാക്കിന്റെ ആദ്യ ഭാഗമാണ്. പ്രൈസ് എന്ന വാക്കിന്റെ അർത്ഥം. ഹല്ലേൽ സാംസ്. യഹോവയെ സ്തുതിപ്പിൻ എന്ന് പറഞ്ഞാണ് ഈ സങ്കീർത്തനങ്ങളിൽ ആരംഭിക്കുന്നത്. 136-ാം സങ്കീർത്തനത്തിനെ അവർ വിളിച്ചിരുന്നത് ഗ്രേറ്റ് ഹല്ലേൽ എന്ന്. യഹോവയെ സ്തുതിപ്പിൻ എന്നിങ്ങനെ റിക്കറണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവനെ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ വെറുതെ സ്തുതി സ്തോത്രം ആരാധന, കർത്താവെ സ്തുതി സ്തോത്രം ഇങ്ങനെ ദയവായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പറയുന്നത് തെറ്റില്ല, പക്ഷെ പൗലോസിന്റെ വളരെ അർത്ഥവത്തായ ഒരു ആരാധനയാണ്. നമ്മുടെ ആരാധന ആ മോഡലാണ്. കർത്താവെ നീ ആരാകുന്നു ഓർത്ത് സ്തുതിക്കുക, നീ എന്ത് ചെയ്തു. ഇവിടെ പിതാവായ ദൈവം ചെയ്തതാണ് ആദ്യത്തെ 6 വാക്യങ്ങളിൽ. അത് തീരുന്നത് മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി എന്നുള്ള ഭാഗത്താണ്. 6-ാം വാക്യം മുതൽ, ഈ 6-ാം വാക്യം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇംഗ്ലീഷ് ഭാഷയിലാണെങ്കിൽ അത് 5-ാം വാക്യം മുതലാണ് വരുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം ചേർത്തൊരൊറ്റ സെന്റൻസ് ആണ്. പക്ഷെ ആ ഐഡിയ ഏറെക്കുറെ തീരുന്നത് 5-6 വാക്യങ്ങളിലാണ്. പിതാവായി ദൈവം ചെയ്തു കഴിഞ്ഞു. പിന്നെ പുത്രന്റെ കാര്യങ്ങളാണ്. അത് തീരുന്നത് 12-ാം വാക്യത്തിലാണ്. അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്ക് എന്ന് പറഞ്ഞ് ക്രിസ്തുവിൽ കൂടെ ചെയ്ത കാര്യം. 13-14 വാക്യങ്ങൾ പരിശുദ്ധാത്മാവ് തമ്മിൽ ചെയ്ത കാര്യം. അങ്ങനെ പറയുമ്പോൾ വളരെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് അത് മാത്രമേ ഉള്ളൂ എന്ന് അർത്ഥമില്ല. ഈ ട്രിനിറ്റിയെ നമുക്ക് അങ്ങനെ ഫുള്ളായി ഡിവൈഡ് ചെയ്യാൻ സാധിക്കാത്തത് പോലെ പൗലോസിന്റെ ഈ വിവരണം നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ പിതാവായ ദൈവം ചെയ്തത്, പുത്രനായ ദൈവം ചെയ്തത്, പരിശുദ്ധാത്മാവായ ദൈവം ചെയ്തത്.
ഈ 3 കാര്യങ്ങൾ ഇവിടെ വരും. ഇതിന് പാരലായിട്ടാണ് 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യം. നമ്മൾ 2-ാം അധ്യായം പഠിക്കുമ്പോൾ വിശദമായിട്ട് പഠിക്കാം. അവിടെ ദൈവത്തിന്റെ രക്ഷണ പ്രവൃത്തിയുടെ ഒരു ഔട്ട്ലൈൻ അവിടെ കാണിച്ചു. അപ്പൊ ഈ 1-ന്റെ 3 മുതൽ 14 വരെയും 2-ന്റെ 1 മുതൽ 10 വരെയും ചേർത്ത് വായിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേറെ എങ്ങും പോകണ്ട. നമ്മൾ ശ്രദ്ധിച്ചാൽ ചില വാക്കുകൾ പെട്ടെന്ന് അവിടെ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതായിട്ട് കാണാം. ഉദാഹരണമായിട്ട് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, 3-ാം വാക്യം തുടങ്ങുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞെന്ന് തോന്നുന്നു. സ്വർഗത്തിലെ എന്ന് പറഞ്ഞാൽ ഹെവൻലീസ് എന്നാണ് പറയുന്നത്, സ്വർഗീയമായ എന്നാണ്. നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമ്മെ അനുഗ്രഹിക്കുമെന്നല്ല അവിടെ പറയുന്നത്. സ്വർഗീയമായ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മെ ഇവിടെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവായ ക്രിസ്തുവിന്റെ പിതാവ്. അതിലേക്ക് ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ ഈ പിതാവ് എന്താ ചെയ്തത്? 4-ാം വാക്യത്തിൽ അവൻ നമ്മെ തെരഞ്ഞെടുത്തു. എന്നാ തെരഞ്ഞെടുത്തത്? അവൻ ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുത്തു. ഇലക്ഷൻ എന്നുള്ള വാക്കാണ്. നമ്മെ ഇലക്ട് ചെയ്തു. ഇലക്ഷൻ നമുക്കെല്ലാം പരിചിതമാണ്. തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് മുതൽ ലോക്സഭ വരെ നമുക്ക് തെരഞ്ഞെടുപ്പുകൾ. അതുപോലെ പിതാവായ ദൈവം ഒരു തെരഞ്ഞെടുപ്പ് നടത്തി നമ്മെ അവൻ തന്റെ മക്കളായി തെരഞ്ഞെടുത്തു എന്ന ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ലോകം സ്ഥാപിച്ചു കഴിഞ്ഞ് ആദമിനെ ഹവ്വായെയും സൃഷ്ടിച്ചു കഴിഞ്ഞ് എത്രയോ 1000 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓരോരുത്തരും ജനിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ ജനിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാർ ജനിക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ് നമ്മളെ ഓരോരുത്തരെയും ലോകം സ്ഥാപിക്കുന്നതിന് മുൻപ്, അത് ഓർത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം. ദാവീദ് 139-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ, ഈ പരിജ്ഞാനം എനിക്ക് ആശ്ചര്യകരമാണ്, അത്യന്തം ആശ്ചര്യകരം. അതായത് ദൈവം ലോകത്തെ സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മെ ഓരോരുത്തരെയും പേരായി അറിഞ്ഞിരുന്നു, നമ്മെ തിരഞ്ഞെടുത്തിരുന്നു. അനിലെന്നും ജോണെന്നും മാത്യു എന്നും രാജേഷ് എന്നുള്ള ഒക്കെ പേരുകൾ ദൈവത്തിനറിയാം. ചിലവരെ അതൊക്കെ ദൈവം എന്നറിയുന്നു. ഇന്ന് കമ്പ്യൂട്ടർ നമുക്ക് അറിയത്തില്ലേ എന്തുമാത്രം ഡാറ്റയാണ് ചെറിയൊരു നമ്മുടെ മൊബൈൽ ഫോണിലോ ചെറിയൊരു കമ്പ്യൂട്ടറിലൊക്കെ ഉള്ളത്, എന്തുമാത്രമുണ്ട്. ഇത് മനുഷ്യന്റെ ഒരു സാധാരണ കണ്ടുപിടുത്തം. അതിനേക്കാൾ ഈ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന വലിയ സെർവേഴ്സിലൊക്കെ ഇപ്പൊ ഗൂഗിളിലൊക്കെ നമ്മളൊന്ന് സെർച്ച് ചെയ്താൽ എഴുതി കാണിക്കുമല്ലോ, നിങ്ങളുടെ സെർച്ചിന് 0.002 സെക്കൻഡാണ് എടുത്തത്, 55,000 റിസൾട്ട്. എവിടുന്ന് വന്നു? ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്ന സാധനം. അപ്പൊ ദൈവത്തിന്റെ കമ്പ്യൂട്ടർ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ അതിൽ അതിശയോക്തി ഒന്നുമില്ല. ദൈവം ചെയ്യുന്നതിലെ വെറുതെ കഥ പറയല്ല. ഇവിടെ ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ, പിതാവായ ദൈവത്തിന്റെ അക്കൗണ്ടിൽ നാം രക്ഷിക്കപ്പെട്ടത് നാം കർത്താവ് വിശ്വസിച്ചപ്പെടല്ല, ലോക സ്ഥാപനത്തിന് മുമ്പാണ്. കാരണം ദൈവത്തിന് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും ഒന്നുമില്ല. നമ്മൾ തിയോളജി സാറിന് പറയും, ഗോഡ് ലിവ്സ് ഇൻ ദി ഇറ്റേണൽ പ്രസന്റ്, അല്ലെങ്കിൽ ഇറ്റേണൽ നൗ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒറ്റ നോട്ടത്തിൽ ആദമിനെ ഹവ്വായെയും അബ്രഹാമിനെയും യെശയ്യാവിനെയും പൗലോസിനെയും നമ്മളെയും എല്ലാം ഒറ്റ നോട്ടത്തിൽ കാണും. നമ്മളെ മാത്രം ഇനി ഒരു 1000 വർഷം ലോകം ഉണ്ടെങ്കിൽ ഈ 1000 വർഷം ജീവിക്കുന്ന ആളുകളെയും ദൈവത്തിന് ഒറ്റ നോട്ടത്തിൽ കാണും. നമ്മളിവിടെ ഇരുന്ന് ഈ ഗൂഗിൾ പ്ലാറ്റ്ഫോമിൽ കൂടെ 10-12 പേര് ഒന്നിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാണും. അതുപോലെയല്ല, ദൈവം കാണുന്ന വളരെ കറക്റ്റായിട്ട്, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ പ്ലാനെല്ലാം ഇറ്റേണലാണ്. നമ്മളെ വെളിപാട് പുസ്തകം 13-ാം അധ്യായം 7-ാം വാക്യം വായിക്കുമ്പോൾ നമ്മളിവിടെ വായിക്കുന്നു,
ലോകസ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ പുസ്തകം, ജീവന്റെ പുസ്തകം. The lamb was slain before the foundation of the world. ഇപ്പൊ നമുക്കറിയാം കുഞ്ഞാട് അറുക്കപ്പെട്ടത് 2000 വർഷം മുമ്പാണ്. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് ഈ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കുഞ്ഞാട് അറുക്കപ്പെട്ടതായിട്ട് ദൈവം അംഗീകരിക്കുന്നു. കാരണം ദൈവത്തിന്റെ പ്ലാൻ നടക്കാത്തതല്ല, നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ ദൈവം പ്ലാൻ ചെയ്തു. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ അബ്രഹാമിന്റെയോ യിരെമ്യാവിന്റെയോ നെഹമ്യാവിന്റെയോ ഒക്കെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത്, എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടത് അവർ യാഗം കഴിച്ചതുകൊണ്ടല്ല. കർത്താവായ യേശു ക്രിസ്തു ചരിത്രത്തിൽ അവരെക്കാൾ 800 1000 വർഷങ്ങൾക്ക് ശേഷം ലോകത്തിൽ വന്ന് യാഗമായി തീരും എന്ന് ദൈവത്തിന് വ്യക്തമായി അറിയാം. അതുകൊണ്ട് ആ രക്തം നോക്കിയാണ് അബ്രഹാം അറിഞ്ഞില്ലെങ്കിലും അബ്രഹാമിന്റെ പാപങ്ങളെ ദൈവം ക്ഷമിച്ചത്. അപ്പോൾ ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ അറുക്കപ്പെട്ടവനായി കുഞ്ഞാട് നിൽക്കുക. നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തു. ഇത് പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ചിന്തയാണ്. ചിലർ പറയാം, അപ്പൊ നമ്മളെ കുറെ പേരെ തിരഞ്ഞെടുത്തു, അപ്പൊ കുറെ പേരെ തിരഞ്ഞെടുത്ത് വിട്ടോ. അതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. ഒരു കാര്യം പറയുന്നു, വിശ്വാസികളെ എല്ലാവരെയും ദൈവം തിരഞ്ഞെടുത്തവരാണ്. ദൈവം തിരഞ്ഞെടുക്കാത്ത ആരും വിശ്വാസികളായിട്ടില്ല, ആകെയില്ല. എന്നാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരിടത്തും ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നില്ല ദൈവം കുറെ പേരെ നരകത്തിൽ വിടാനായിട്ട് തിരഞ്ഞെടുത്തു എന്ന് പഠിപ്പിക്കുന്നില്ല. There is no negative election. ഇലക്ഷൻ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാവുന്ന ഒരു കാര്യമല്ല. 2-3 മണിക്കൂർ എടുത്താലും അത് നമുക്ക് വിശദമായിട്ട് പഠിക്കാൻ സാധിക്കില്ല. എന്നാൽ ചില പ്രിൻസിപ്പിൾസ് മാത്രം പറയാം. ഇലക്ഷൻ ഈസ് ഫോർ ദ ബിലീവേഴ്സ്. നമ്മളൊരു അവിശ്വാസിയോട് സുവിശേഷം പറയുമ്പോൾ അവനോട് ഇലക്ഷന്റെ കാര്യമൊന്നും പറയുന്നില്ല. പൗലോസ് എഴുതുന്ന വിശ്വാസികൾക്കാണ്. താൻ 3 വർഷം കുത്തിയിരുന്ന് പഠിപ്പിച്ച് എഫെസോസിലെ വിശ്വാസികൾക്ക് എഴുതുമ്പോഴാണ് ഈ ഇലക്ഷനെ പറ്റി പറയുന്നത്. അതിനോട് ചേർന്ന് വരുന്ന വാക്കാണ് മുൻ നിർണയിച്ചവൻ, അല്ലെങ്കിൽ മുൻ നിയമിച്ചു. 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ നമ്മെ മുൻ നിയമിച്ചു. 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട് താൻ മുൻ നിർണയിച്ച പ്രകാരം. 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട് നിർണയപ്രകാരം മുൻ നിയമിക്കപ്പെട്ടു. അപ്പോൾ 2 കാര്യങ്ങളാണ്. അവൻ നമ്മെ തിരഞ്ഞെടുത്തു, നമ്മെ മുൻ നിയമിച്ചു. എന്ന് പറഞ്ഞാൽ നാം ഇന്ന കാര്യങ്ങൾ ചെയ്യണം, നമ്മുടെ മിനിസ്ട്രി ഇന്ന കാര്യങ്ങൾ വേണം എന്നുള്ളത് ദൈവം മുൻ നിയമിച്ചു. അത് എഫേസ്യ ലേഖനം 2-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട് നാം ക്രിസ്തുയേശുവിൽ സൽപ്രവർത്തികൾക്കായിട്ട് സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. We are being created in Christ Jesus for good works. അപ്പോൾ ഇതാണ് ദൈവത്തിന്റെ പ്ലാൻ. നമ്മെ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുത്തു. ആദാം പോലും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ്. ക്രൂശ് ദൈവത്തിന്റെ ഒരു എമർജൻസി പദ്ധതി അല്ല. ഘോഷിതനായ പുത്രനായ ദൈവം എന്നുള്ളത് ലോകസ്ഥാപനത്തിന് മുമ്പുള്ള ദൈവത്തിന്റെ നിർണയമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ദൈവം നമ്മെ തെരഞ്ഞെടുത്തു, മുൻ നിയമിച്ചു. 6-ാം വാക്യം. 9-ാം വാക്യത്തിൽ നമ്മെ മുൻ നിർണയിച്ച അതിന്റെ പ്രസാദം. 11-ാം വാക്യത്തിൽ നിർണയപ്രകാരം നമ്മെ മുൻ നിയമിച്ചു. അവിടെയെല്ലാം ദൈവത്തിന്റെ മുൻനിർണയത്തെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് നമ്മൾ മുഴുവൻ മനസ്സിലാക്കുന്ന പ്രയാസം. കാരണം ദൈവത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ ഈ ജീവിതത്തിൽ സാധിക്കില്ല. പല കാര്യങ്ങളും നമ്മൾ സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖമായി കാണുമ്പോൾ പൗലോസ് പറയുന്ന പോലെ ഇപ്പോൾ നാം കണ്ണാടിയിൽ കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. എന്നാൽ നമുക്ക് പത്രോസ് പറയുന്ന പോലെ നമുക്ക് ജീവനും ഭക്തിക്കും ആവശ്യമുള്ളതൊക്കെ ദൈവവചനത്തിൽ തന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ പിതാവായ ദൈവം നമുക്ക് തന്നത് ഒന്ന്, നമ്മെ തെരഞ്ഞെടുത്തു. അപ്പോൾ പിതാവായ ദൈവത്തെ സംബന്ധിച്ച് നാം തിരഞ്ഞെടുക്കപ്പെട്ടത്
അല്ലെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടത് ലോകസ്ഥാപനത്തിന് മുമ്പേ. പിന്നെ പുത്രനായ ദൈവത്തെ സംബന്ധിച്ച് നാം രക്ഷിക്കപ്പെട്ടത് താൻ ക്രൂശിൽ മരിക്കുമ്പോഴാണ്. കാരണം റോമാലേഖനം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നാം ക്രിസ്തുവിനോട് ക്രൂശിക്കപ്പെട്ടു, അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ അടക്കപ്പെട്ടു, അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ചോദിച്ചാൽ പറയും, ഞാൻ ക്രൂശിൽ മരിച്ചപ്പോൾ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നു. 2000 വർഷം മുമ്പ് നമ്മൾ ആരും ഉണ്ടായിരുന്നില്ല, നമ്മുടെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാ വിശ്വാസികളും യേശുക്രിസ്തുവിനോട് കൂടെ, യേശുക്രിസ്തുവിന്റെ കുരിശിൽ, മറ്റു രണ്ട് കള്ളന്മാരെ ക്രൂശിക്കപ്പെട്ടവരല്ല. പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരെ, കള്ളന്മാരെ അവനോട് ക്രൂശിച്ചു ഉപയോഗിക്കുന്ന വാക്കല്ല. അവനോട്, ആ വാക്കിന്റെ അർത്ഥം അവന്റെ ക്രൂശിൽ നാം ഉൾപ്പെട്ടിരുന്നു, നമ്മൾ ജനിച്ചിട്ടില്ലെങ്കിൽ പോലും. അപ്പോൾ യേശുക്രിസ്തു പറയും, ഞാൻ നിന്നെ രക്ഷിച്ചത് എന്റെ ക്രൂശിലാണ്. അവരുടെ അർത്ഥം പൗലോസ് ഗലാത്യർ 2:20 പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടപ്പോൾ ഞാനും ക്രൂശിക്കപ്പെട്ടു. റോമാലേഖനം 5:12 പൗലോസ് പറയുന്നുണ്ട്, ഒരു മനുഷ്യന്, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു. ആദാം പാപം ചെയ്തപ്പോൾ മനുഷ്യജാതി മുഴുവൻ പാപം ചെയ്തതായി ദൈവം കണക്കെഴുതി. മാത്രമല്ല, യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ ലോകത്തിന്റെ മുഴുവൻ പാപത്തിനും പര്യാപ്തമാണ് അവന്റെ ബലി എന്ന് ദൈവം വിജയിച്ചു. രണ്ടും പാരലൽ. അതുകൊണ്ട് റോമർ 5:12 മുതൽ 19 വരെ വായിക്കുമ്പോൾ, 17 വരെ വായിക്കുമ്പോൾ അവിടെ 5 വാക്യം 5 പ്രാവശ്യം ഈ കോൺട്രാസ്റ്റ്. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ വന്നു, എന്നാൽ ഏക മനുഷ്യന്റെ അനുസരണത്താൽ ഈ പാപം അനുഗ്രഹമായിട്ട് മാറി. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, പിതാവായ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നാം രക്ഷിക്കപ്പെട്ടത് ലോകസ്ഥാപനത്തിന് മുമ്പാണ്. എങ്ങനെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ? ദൈവത്തിന്റെ റെക്കോർഡിൽ അങ്ങനെയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടതാ, എന്റെ പേര് ദൈവത്തിന്റെ പുസ്തകത്തിൽ അന്ന് ദൈവം എഴുതി. എന്നാൽ യേശുക്രിസ്തു മരിക്കുമ്പോഴാണ്, ക്രൂശിൽ മരിക്കുമ്പോഴാണ് ചരിത്രത്തിൽ അത് നിവൃത്തിയാവുന്നത്. 3, പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നത്? ഞാൻ ജീവിച്ച് 15, 25, 40, 60 വർഷമൊക്കെ ആവുമ്പോൾ ആരെങ്കിലും സുവിശേഷം പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ദൈവവചനം വായിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ മനസ്സിൽ പ്രവർത്തിക്കുന്നു, പാപബോധം തരുന്നു, പശ്ചാത്താപം തരുന്നു, ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും അറിയാം നമ്മൾ എന്നാ കർത്താവ് വിശ്വസിച്ചത്. അങ്ങനെ വിശ്വസിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മൾ പൂർത്തിയാകും. പരിശുദ്ധാത്മാവോട് ചോദിക്കുക, രാജേഷത്തിന് എന്നാ രക്ഷ പ്രാപിച്ചത്? അപ്പൊ പരിശുദ്ധാത്മാവിന് അറിയാം ഇന്ന ദിവസമാണ്. അത് ഞാൻ അറിഞ്ഞാലും ഇല്ലെങ്കിലും പരിശുദ്ധാത്മാവിന് അറിയാം. അപ്പോൾ ഈ 3 വിധത്തിൽ നമ്മൾ ചിന്തിക്കണം. നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്, നമ്മളെ പാപബോധം വന്ന് കർത്താവെ ഞാൻ പാപിയാണ് രക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ മാത്രമല്ല, ദൈവം എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. തന്റെ പുത്രനെ അയച്ച് ആ ക്രൂശിൽ എന്നെ കൂടെ വെച്ചു. അവൻ മരിച്ചപ്പോൾ ഞാനും മരിച്ചു, ഞാൻ ജനിച്ചിരുന്നെങ്കിൽ പോലും. എന്നാൽ ഞാൻ ജനിച്ച് ജീവിച്ച് കുറെ നാൾ കഴിഞ്ഞിട്ട് എനിക്ക് പാപബോധം ഉണ്ടായി. ഞാൻ പരിശുദ്ധാത്മാവിൽ കൂടെ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഇപ്പോൾ ഞാൻ നിന്നിൽ വസിക്കാൻ തുടങ്ങുന്നു, ഇപ്പോഴാണ് നിന്റെ രക്ഷ കംപ്ലീറ്റ്. അപ്പൊ ഈ 3 വിധത്തിൽ നമ്മൾ ചിന്തിക്കുന്നു. വീണ്ടും ഞാൻ പറയാണ്, ഇതിന്റെ അർത്ഥം പരിശുദ്ധ പിതാവായ ദൈവം കുറെ കാര്യങ്ങൾ ചെയ്തു, അത് കഴിഞ്ഞ് പുത്രനായ ദൈവം കുറെ കാര്യങ്ങൾ ചെയ്തു, പിന്നെ പരിശുദ്ധാത്മാവ്, അങ്ങനെയല്ല. എല്ലാം ഈ തത്വത്തിലെ 3 പേരും കൂടെ ചെയ്യുന്നു. എന്നാൽ ഇങ്ങനൊരു ഡിവിഷൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ പൗലോസ് പറയുന്നു, നമ്മെ അവൻ തിരഞ്ഞെടുത്തു, നമ്മെ മുൻ നിയമിച്ചു. അത് മാത്രമല്ല, നമ്മളിത് ഇങ്ങനെ പഠിച്ചാല് പെട്ടെന്ന് പറഞ്ഞു പോകേണ്ടി വരും. നമ്മള് നല്ല ബൈബിൾ സ്റ്റഡി ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ വാചകം എടുത്തിട്ട് നമ്മൾ ഈ വാക്കുകളൊക്കെ അങ്ങോട്ട് എഴുതാം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ നോക്കിയിട്ട് പിതാവായ ദൈവം എന്തൊക്കെയാണ് ചെയ്തത്? നമ്മെ ദത്തെടുത്തു, നമ്മെ മുൻ നിയമിച്ചു,
ഇങ്ങനെ കുറെ കാര്യങ്ങൾ. ഉദാഹരണമായിട്ട് നമ്മൾ 5 മുതൽ 6 വരെ വാക്യങ്ങൾ പൗലോസ് പറയുന്നു, യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുത്തു. ഈ ദൈവം നമുക്ക് തരുന്നത് രക്ഷയാണ്, നമുക്കറിയാം, സാൽവേഷൻ. സാൽവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു കാര്യമല്ല, അനേക ഗിഫ്റ്റ്സ്, അനേക ദാനങ്ങൾ അടങ്ങുന്ന വലിയൊരു പാക്കേജ്. നമ്മൾ ആമസോണിൽ നിന്ന് ഒരു 6 ബുക്സ് വാങ്ങിക്കാൻ വിചാരിക്കുക, ഒരു പാഴ്സലായിട്ട് നമ്മളെ കിട്ടും. പക്ഷെ അത് തുറന്നു നോക്കുമ്പോൾ അതിൽ 6 ചെറിയ പാഴ്സൽസ്. അതുപോലെ രക്ഷയുടെ പാഴ്സല് ആദ്യമേ ദൈവം നമ്മുടെ കയ്യിലേക്ക് തരിക, അല്ലാതെ തുറന്ന് ഓരോന്നോരോന്ന് തരികയല്ല, എല്ലാം കൂടെ ദൈവം തരിക. നമ്മൾ ചിലതൊക്കെ അറിഞ്ഞു, ചിലതൊക്കെ അറിയുന്നു, ചിലതൊക്കെ അറിയാൻ പോകുന്നു. ഇതെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുക. അതുകൊണ്ട് ആദ്യമേ പൗലോസ് പറഞ്ഞു തുടങ്ങിയത്, സ്വർഗത്തിലെ സകല അനുഗ്രഹം നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു, നമുക്കൊന്നും തരാനായിട്ടില്ല കൂടുതൽ. അപ്പൊ അതിനകത്ത് അനേക ഗിഫ്റ്റ്സ് ഉണ്ട്. ഈ സാൽവേഷൻ എന്ന് പറയുന്നത് കോമൺ പേരാണ്. അതിനകത്താണ് നമ്മൾ പറയുന്ന നീതീകരണം, നമ്മൾ പറയുന്ന ശുദ്ധീകരണം, നമ്മൾ പറയുന്ന തേജസ്കരണം, നമ്മളിപ്പോ പറയുന്ന തെരഞ്ഞെടുപ്പ്, നമ്മൾ പറഞ്ഞ മുൻനിർണയം, നമ്മളിപ്പോ പറഞ്ഞ ദത്തെടുക്കൽ, ഇതെല്ലാം ഈ രക്ഷയുടെ ആ വലിയ പെട്ടിക്കകത്ത് വരുന്ന ചെറിയ ചെറിയ പാർസൽസ് ആണ്. ഇതെല്ലാം ദൈവം നമുക്ക് തന്നു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ കർത്താവിൽ വിശ്വസിച്ചത്. കർത്താവ് വിശ്വസിക്കാൻ ഇതൊന്നും അറിയണ്ട, തിയോളജി ഒന്നും പഠിക്കണ്ട. കർത്താവ് യേശുക്രിസ്തു പാപിയായ എന്റെ പാപങ്ങൾക്കായിട്ട് എന്റെ സ്ഥാനത്ത് അവൻ മരിച്ചു. അതുകൊണ്ട് ഇന്ന് ദൈവത്തിന് എന്റെ പാപങ്ങൾ മോചിച്ച് എന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുക മാത്രം ചെയ്യുക. അത് മാത്രമല്ല, തിയോളജി ഒന്നും വേണം. എന്നാൽ അത് പഠിച്ച ആ രക്ഷയിലേക്ക് വന്നവരോടാണ് പൗലോസ് പറയാൻ, നിങ്ങൾ ഈ കാര്യങ്ങൾ അറിയണം. എന്തിനു വേണ്ടിയാ? ദൈവത്തെ സ്തുതിക്കുന്നതിനായി, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പകർത്തുന്നതിനായി ഇതറിയണം. അപ്പോൾ ദൈവം നമ്മെ ദത്തെടുത്തു. അഡോപ്ഷൻ. എന്താ ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ? നീതീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം നമ്മെ നീതിമാന്മാരെ ഡിക്ലെയർ ചെയ്യും. എന്നെ കർത്താവായ യേശുക്രിസ്തു രക്ഷിക്കുന്ന, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ച് ദൈവത്തിന്റെ പുത്രനായി തീർന്ന സമയത്ത് ദൈവം പറയുന്നു, ഇവൻ പാപം ചെയ്തിട്ടില്ല എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അവൻ ചെയ്യാത്തോണ്ടല്ല, ആ പാപത്തിന് ശിക്ഷ കഴിഞ്ഞു. അതുകൊണ്ട് ദൈവം എന്നെ നീതിമാനായി ഡിക്ലെയർ ചെയ്യുന്നു. നീതിമാനാക്കല്ല, ഞാൻ നീതിമാനല്ല, എന്നാൽ നീതിമാനെ ഡിക്ലെയർ ചെയ്യും. ആരെ കണ്ടുകൊണ്ടാ? യേശു ക്രിസ്തുവിനെ. അതാണ് ജസ്റ്റിഫിക്കേഷൻ, നീതീകരണം എന്ന് പറയുന്നത്. എന്നാൽ ദത്തെടുക്കുന്ന എന്താ? ദത്തെടുക്കുന്നതിന് മറ്റൊരു വാക്ക് പുത്രത്വത്തെ നൽകുക എന്നുള്ളതാണ്. അതാണ് ഗലാത്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിലൊക്കെ പൗലോസ് പറയുന്നത്, പുത്രത്വം നൽകുക, അല്ലെ പുത്ര സ്വീകാര്യം. പുത്രനായി പുത്രിയെ എന്നെ സ്വീകരിച്ചു. ഇത് രണ്ടിലും 2 ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ പലരും ചോദിക്കും, രക്ഷിക്കപ്പെട്ടപ്പോൾ ഞാൻ ദൈവത്തിന്റെ പുത്രനായല്ലേ? ആയി, പിന്നെന്തിനാ ഒരു അഡോപ്ഷൻ വേറെ? അപ്പൊ കുറെ ആൾ കഴിഞ്ഞിട്ടാണോ? അല്ല, രക്ഷയിൽ കൂടെ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഈ വലിയ പെട്ടിക്കകത്ത് ഇട്ട് തന്ന അനേക കാര്യങ്ങൾ ഒന്നാണ് അഡോപ്ഷൻ. വ്യത്യാസം ഇതാണ്, നീതീകരണത്തിൽ ദൈവം എനിക്ക് നീതിമാൻ എന്നൊരു ലേബൽ നൽകി. നീ വിശുദ്ധനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ലേഖനങ്ങളെല്ലാം വിശുദ്ധർക്ക് എഴുതുന്നത്. എന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉള്ളതുകൊണ്ടല്ല, ദൈവം എന്നെ വിശുദ്ധനായി അംഗീകരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ. അതാണ് നീതീകരണം. ദൈവം എന്നെ നീതിമാൻ എന്നെ ഡിക്ലെയർ ചെയ്യും. അപ്പോൾ എനിക്ക് ദൈവം മുമ്പ് നിൽക്കാനുള്ള ആ സ്റ്റാൻഡിങ്, നിൽക്കാനുള്ള ആ കഴിവ് ദൈവം എനിക്ക് തരും. അതിനുമുമ്പ് എനിക്ക് ദൈവത്തിന് മുമ്പ് നിൽക്കാൻ സാധിക്കില്ല. ദൂരെ നിന്നുകൊണ്ട് നെഞ്ചത്തടിച്ച് ആ ചുക്കക്കാരൻ വിളിച്ചു പറഞ്ഞ പോലെ പറയാനേ കഴിയും, ദൈവമേ ഭാവിയായ എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ ഒരു ബിലീവർ ആയി കഴിയുമ്പോൾ ദൈവത്തിന് മുമ്പ് ഐ ഗെറ്റ് ദ റൈറ്റ് സ്റ്റാൻഡിങ് ബിഫോർ ഗോഡ്. ദൈവം മുമ്പാകെ നിൽക്കാനുള്ള യോഗ്യത തരുന്നതാണ് നീതീകരണം. ഞാനൊന്നും ചെയ്തിട്ടല്ല, യേശു ക്രിസ്തു ചെയ്ത് നോക്കിയിട്ടാ ദൈവം ചെയ്തു. അപ്പോ പുത്രസ്വീകാരം എന്ന് പറഞ്ഞാൽ എന്താ? പുത്രസ്വീകാരം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം മുമ്പാകെ ദൈവം തരുന്ന
നിയമപരമായ സാധുത. ഒരു പുത്രൻ എന്ന് നിയമപരമായി ദൈവം അംഗീകരിക്കുന്നു. അതിന്റെ വിശദ വിവരങ്ങൾ പൗലോസ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ധനികന്റെ വീട്ടിൽ ഒരു പൈതൽ ജനിച്ചാൽ ആ പൈതലിന് ഈ ധനത്തിന്റെ എല്ലാ അവകാശി അവനാണ്. പക്ഷെ അവന് വിവരം വെക്കുന്നവരെ അവന് യാതൊരു അവകാശവുമില്ല. അവൻ ആളുകളുടെ കീഴിൽ, മാനേജേഴ്സ് കാണും, ആയമാര് കാണും, അവരുടെ എല്ലാം കീഴിലാവും വളരും. പ്രായമാകുമ്പോൾ പിതാവ് നിശ്ചയിക്കുന്ന സമയത്ത് അവനെ ഈ അധികാരങ്ങളിൽ പ്രവേശിപ്പിക്കും. എന്നാൽ രക്ഷ അങ്ങനെയല്ല. ഞാൻ രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ഒരു ദിവസമേ ആണെങ്കിൽ പോലും ഞാൻ ഒരു ദിവസം പ്രായമുള്ള ഒരു ലീഗൽ സൺ അല്ല.